ധനഹ 6-ാം ബുധൻ. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. ധർമ്മദാനം രഹസ്യമായിരിക്കട്ടെ. മനുഷ്യരുടെ പ്രീതിക്കു വേണ്ടി ചെയ്യപ്പെടുന്നവയുടെ പ്രതിഫലം മനുഷ്യർ തന്നെ നൽകും. എന്നാൽ മനുഷ്യരുടെ പ്രശംസ പ്രതീക്ഷിക്കാതെ ദൈവനാമത്തിൽ ചെയ്യുന്ന നന്മപ്രവൃത്തികൾ ദൈവത്തിന്റെ കണക്കുപുസ്തകത്തിൽ സൂക്ഷിക്കപ്പെടും. എല്ലാം കൂട്ടിച്ചേർത്തി അവസാനം നിത്യപ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ എന്ന വചനം പ്രാവർത്തികമാക്കാൻ മനുഷ്യപ്രകൃതിയെ തന്നെ മാറ്റി മറിക്കേണ്ടിവരും. ലോകത്തിന്റെ ബുദ്ധി നമ്മോട് പറയുക, നിന്റെ നന്മകൾ നാലാൾ അറിയട്ടെ, അത് അവർക്കൊരു പ്രചോദനമാകും. അതിനാൽ കൊട്ടിഘോഷങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. അതൊരു ശാസ്ത്രശാഖയായി തന്നെ വളർന്നു കഴിഞ്ഞു. ഏതൊരു പ്രസ്ഥാനവും വിജയിക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലും രാജതന്ത്രജ്ഞയിൽ പോലും ഒരു ശാസ്ത്രീയ പരിശീലനം ലഭിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. മരണവീട്ടിൽ പോലും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പരിശീലനം സിദ്ധിച്ച ടീമുകൾ കാണാം. ധ്യാന കേന്ദ്രങ്ങളിൽ പബ്ലിസിറ്റി ടെക്നിക് വിഭാഗങ്ങളുണ്ട്. പ്രസിദ്ധമായ നൊവേന കേന്ദ്രങ്ങൾ പരസ്യ പ്രചരണ രംഗത്ത് മത്സരിക്കുന്നു. എങ്കിലേ നിലനിൽപ്പുള്ളൂ. ഈ മത്സര ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. നാലാളെ കാണിക്കാൻ ഓടി നടന്നിട്ട് അവസാനം നിരാശയിലും ധനനഷ്ടത്തിലും മാനഹാനിയിലും കടക്കെണിയിലും ചെന്നു വീഴുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ലോകത്തിന്റെ പ്രതിഫലം അതാണ്. ഇന്ന് ഉയർത്തിവച്ചവൻ നാളെ മറ്റൊരാൾ വരുമ്പോൾ നമ്മെ താഴ്ത്തിക്കെട്ടും. എന്നാൽ ഇരുചെവി അറിയാതെ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തികൾ മനസ്സമാധാനവും ദൈവകൃപയും ധാരാളമായി നേടിത്തരും. ലോകത്തിന്റെ മുമ്പിൽ പരാജയമാണെന്ന് തോന്നിയാലും സ്വർഗത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുന്നവയാണത്.